എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലെ വിഷയം ഡയറക്റ്റ് കോണ്ടാക്ട് ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട്, ഇലക്ട്രിക്കൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഈ രണ്ട് ഫാക്ടേഴ്സ്, അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിലെ ഈ ടോപ്പിക്കിൽ ആദ്യമായിട്ടാണ് നിങ്ങളിത് കാണുന്നുവെങ്കിൽ ആകുന്നതും ആദ്യത്തെ പാർട്ട് കണ്ടിട്ട് ഇത് കാണുക. അപ്പോൾ കാര്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചയുടെ ക്ലാരിറ്റി കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാകും, എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഈ ടോപ്പിക്ക് വളരെ സില്ലിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഭാഗങ്ങളുണ്ട്. ഞാനിതിനെ റെഫർ ചെയ്തിരിക്കുന്നത് IS 732 ആണ്. IS 732 2019 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ആണ്. പക്ഷേ ചില ഭാഗങ്ങൾ നമ്മളിത് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മുടെ എർത്തിങ്ങിന്റെ സ്റ്റാൻഡേർഡിൽ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്നോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിവരം, ഈ ഇൻഫർമേഷൻ നിങ്ങൾ കൂടുതൽ പേരിലേക്ക് ദയവായി ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിൽ ഞാൻ ഇലക്ട്രിക്കൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് തരുന്നത് കൂടാതെ ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ, സോളാർ PV ഇൻസ്റ്റലേഷൻസ്, മറ്റ് ടെക്നിക്കൽ ഇൻഫർമേഷൻസ്, പിന്നെ എന്തെങ്കിലുമൊക്കെ വൈദ്യുതി അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് തരുവാനായിട്ട് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാനത് സ്റ്റഡി ചെയ്ത് വിവിധ വീഡിയോ ഈ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ദയവായി അതെല്ലാം കണ്ട് ഷെയർ ചെയ്യുക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഭാഗം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത് തന്നെയാണ്. അതിലെ ഇതാണ് സംഗതി. ഡയറക്റ്റ് കോണ്ടാക്റ്റിന് ബേസിക് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിന് ഫോൾട്ട് പ്രൊട്ടക്ഷൻ. ബേസിക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻസുലേഷനും ബാരിയർ, എൻക്ലോഷർ, അങ്ങനെയുള്ളത്. ഫോൾട്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷൻ ഓഫ് സപ്ലൈ, പിന്നെ എർത്തിങ്, മീൻസ് എർത്തിങ്ങും ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷനും സപ്ലൈയും കൂടി ചേർന്നതാണ് ഫോൾട്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞത്. ഇത് കൂടാതെ ഏറ്റവും താഴെ ഒരു ടോപ്പിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 30 MA RCD ടു ഗീവ് അഡീഷണൽ സപ്ലിമെന്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വാക്ക് അവിടെ പറയുന്നുണ്ട്. മീൻസ് മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ഷന് അഡീഷണൽ സപ്ലിമെന്ററി പ്രൊട്ടക്ഷൻ ഫോർ ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. മീൻസ് രണ്ടിനും, മുകളിൽ പറഞ്ഞ ബേസിക് പ്രൊട്ടക്ഷനും ഫോൾട്ട് പ്രൊട്ടക്ഷനും അഡീഷണൽ ആയിട്ട് വേണ്ടിയ ഒരു സംവിധാനമാണ് ഈ RCD എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ 30 MA RCD എന്നാണ് പറഞ്ഞത്. കാരണം ഞാനിവിടെ റെഫർ ചെയ്ത് IS 732 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ആ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിന്റെ പ്രൊട്ടക്ഷൻ തന്നെ, അതായത് ഇപ്പൊ പറഞ്ഞ വോൾട്ട് പ്രൊട്ടക്ഷൻ തന്നെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുക. നമ്മുടെ സ്റ്റാൻഡേർഡിൽ 732 സ്റ്റാൻഡേർഡിലുള്ള ഈ ഭാഗം എടുത്തിട്ടുണ്ട്. ആ 732 സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്ന സാധനം തന്നെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ഇതിന് ആവശ്യമുള്ള ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിന്റെ പ്രൊട്ടക്ഷൻസ്, ഒന്ന് എർത്തിങ് ആൻഡ് ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷൻ സപ്ലൈ. അപ്പോൾ അതിൽ വരുന്ന പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ, ഒന്ന് ബ്രേക്കർ, MCB അല്ലെങ്കിൽ MCCB, ACB അങ്ങനെയുള്ളതൊക്കെ വരുന്നു, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, പിന്നെ ഫ്യൂസസ്, പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ആ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ് RCD. അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ, അതാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് കൂടാതെ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷൻ ആൻഡ് എർത്തിങ് കൂടാതെ Class 2 എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡബിൾ ഇൻസുലേറ്റഡ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ഈ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. കൂടാതെ ഇലക്ട്രിക്കൽ സെപ്പറേഷൻ, ആ ഇലക്ട്രിക്കൽ സെപ്പറേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. അത് 4213 അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ വരുന്ന ഇതിനു വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്റ്റഡ് മെത്തേഡാണ് ഈ എക്സ്ട്രാ ലോ വോൾട്ടേജ്, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 വോൾട്ട്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ പ്രൊട്ടക്ഷന് നമ്മൾ തൊടുന്ന ഒരു വോൾട്ടേജ്, ഒരു മിനിമം വോൾട്ടേജ് ഉണ്ട്, ആ 50 വോൾട്ട് അല്ലെങ്കിൽ അതിന് ടച്ച് വോൾട്ടേജ് എന്ന് പറയും. അതിന് മുകളിലോട്ട് നമ്മൾ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ 50 വോൾട്ടേജിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മിനിമം, ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ
ടച്ച് വോൾട്ടേജ് ലിമിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 50 വോൾട്ട്. ആ 50 വോൾട്ടേജ് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് താഴോട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ അതിന് താഴോട്ട് വരുന്ന വോൾട്ടേജ് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ചില എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്റ്റാൻഡേർഡിൽ SELVയും PLV, എസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ്, ELV എക്സ്ട്രാ ലോ വോൾട്ടേജ്, പി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റം ഉണ്ട്, PLV ഉണ്ട്, പിന്നെ SELV ഉണ്ട്. അത് നമുക്ക് നോക്കാം, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ അത് ഇൻഡയറക്റ്റ് കോണ്ടാക്ടിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ പേജിലുള്ളത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ബേസിക് പ്രൊട്ടക്ഷൻ, ഫോൾട്ട് പ്രൊട്ടക്ഷൻ. ആ ഫോൾട്ട് പ്രൊട്ടക്ഷനിൽ പ്രൊട്ടക്റ്റീവ് എർത്തിങ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷൻ സപ്ലൈ ഉണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതെല്ലാം ആസ് പെർ ഈ ക്ലോസസ് 4.2.11.3 to 4.2.11.6 വരെയുള്ള ആ ക്ലോസസ് അനുസരിച്ചായിരിക്കണം ഈ ഫോൾട്ട് പ്രൊട്ടക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡിൽ ഒരു പ്രോബ്ലം ഇതാണ്, നമ്മൾ ഒരു കാര്യം പഠിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ ആസ് പെർ ഇന്ന ക്ലോസ് അനുസരിച്ച് വേണമെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ ആ ക്ലോസിൽ ചെല്ലുമ്പോൾ പിന്നെ വേറൊരു ലിങ്ക് വരും. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് തന്നെ ചിലപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ നമ്മൾ അത്രയും ഷോർട്ടായിട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ നോക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ബേസിക് പ്രൊട്ടക്ഷൻ, ഫോൾട്ട് പ്രൊട്ടക്ഷൻ. അതിന്റെ താഴെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. താഴെ വേർ സ്പെസിഫൈഡ് അഡീഷണൽ പ്രൊട്ടക്ഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ എ റെസിജ്വൽ കറന്റ് ഡിവൈസ് ഹാവിംഗ് ഓപ്പറേറ്റിംഗ് കറന്റ് നോട്ട് എക്സീഡിങ് 30 MA. അത് നമ്മുടെ 732 സ്റ്റാൻഡേർഡിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 732 സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്നത് മുകളിൽ പറഞ്ഞ പ്രൊട്ടക്ഷൻസ്, അതായത് ബേസിക് പ്രൊട്ടക്ഷനും ഫോൾട്ട് പ്രൊട്ടക്ഷനും അഡീഷണലായിട്ട് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളിടത്ത് വെക്കണം. ആ അഡീഷണൽ പ്രൊട്ടക്ഷൻ യൂസിങ് RCD, റെസിജ്വൽ കറന്റ് ഡിവൈസ്. അതിന്റെ റേറ്റിംഗ് 30 മില്ലി ആംപിയറിൽ കൂടുവാൻ പറ്റില്ല. അതായത് ലിമിറ്റ് 30 മില്ലി ആംപിയർ. ഈ 30 മില്ലി ആംപിയറിന്റെ ഇമ്പോർട്ടൻസ് എന്താ അറിയോ? നമ്മുടെ ഹ്യൂമൻ പ്രൊട്ടക്ഷൻ, നമ്മുടെ ഹാർട്ടിന്റെ താങ്ങാൻ പറ്റുന്ന മാക്സിമം കറണ്ടാണ് 30 മില്ലി ആംപിയർ. അതുകൊണ്ടാണ് 30 മില്ലി ആംപിയർ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 730 പറഞ്ഞിരിക്കുന്നത് അഡീഷണൽ പ്രൊട്ടക്ഷൻ, മുകളിൽ പറഞ്ഞ ഫോൾട്ട് പ്രൊട്ടക്ഷൻ മീൻസ് ഈ ഓട്ടോമാറ്റിക് ഡിസ്കണക്ഷൻ സപ്ലൈ പ്ലസ് എർത്തിങ്, അതിന് അഡീഷണൽ ആയിട്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് പറയുകയാണെങ്കിൽ ബേസിക് പ്രൊട്ടക്ഷൻ പ്ലസ് ഈ ആ അഡീഷണൽ ബേസിക് പ്രൊട്ടക്ഷൻ അഡീഷണൽ ആയിട്ട് ഈ സംഗതി വരണം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ബൾബ് മാറ്റാനായിട്ട് ശ്രമിക്കുന്നിരിക്കട്ടെ. അപ്പോൾ മാറ്റുമ്പോൾ അതിന്റെ ചുവട്ടിൽ സപ്ലൈ ഉണ്ട് അല്ലേ? അപ്പോൾ ചുവട്ടിൽ സപ്ലൈ എവിടെയെങ്കിലും ഒന്ന് വയർ പുറത്തോട്ട് തള്ളിയോ എന്തെങ്കിലും ഡാമേജ് വന്ന് തൊടുമ്പോൾ നമ്മൾ ആ ഡയറക്റ്റ് സപ്ലൈയിലേക്ക് തൊടുക. ഈ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് അല്ലത്, ഡയറക്റ്റ് സപ്ലൈ ആയിട്ട് തൊടുക. അപ്പോൾ ശരിക്കും ഡയറക്റ്റ് സപ്ലൈയിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഇൻസുലേഷനുണ്ട്, എൻക്ലോഷറുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ബൈ ഫോൾട്ടിൽ നമ്മൾ ഡയറക്റ്റ് സപ്ലൈയിലേക്ക് കയറി തൊടുന്നു. അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ സിസ്റ്റത്തിൽ എന്തുണ്ടായിരിക്കണം? അഡീഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം യൂസിങ് RCD. അതാണ് ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് 732 പറഞ്ഞിരിക്കുന്നതിന്റെ ലിമിറ്റ്, ആ RCDയുടെ കറണ്ടിന്റെ ലിമിറ്റ് 30 മില്ലി ആംപിയർ. നമ്മൾ 3043 പോകുമ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ അവിടെയുണ്ട്. പക്ഷെ അതിന്റെ ഹെഡിങ് നോക്കുക, സെലക്ഷൻ ഓഫ് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. ഇവിടെ ഫോൾട്ട് പ്രൊട്ടക്ഷൻ, എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ ആണ്. അത് കൺഫ്യൂഷൻ വരരുത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു. എർത്ത് ലീക്കേജും ഉണ്ട്, എർത്ത് ഫോൾട്ടും ഉണ്ട്. അപ്പൊ എർത്ത് ഫോൾട്ടായിട്ട് തന്നെയാണ് നമ്മുടെ ഈ 3043 ഇതിന്റെ മെയിൻ ഹെഡിങ്ങിൽ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. എർത്ത് ഫോൾട്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് അതുപോലെ തന്നെ ഇത് ലെഫ്റ്റിൽ എഴുതിയതിന്റെ കോൺഫ്ലിക്റ്റ് ആണ് റൈറ്റിൽ എഴുതിയത് നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, ഈ ഡയഗ്രത്തിലൂടെ ഞാൻ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു എക്യുപ്മെന്റ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. എക്യുപ്മെന്റ് ബോഡി എർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബൈ മിസ്റ്റേക്കിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ മുകളിൽ നിന്ന് വരുന്ന ലൈവ് വയർ എന്തെങ്കിലും ഡാമേജിൽ ഇതിന്റെ ബോഡിയുമായിട്ട് ടച്ച് ആകുന്നു. ടച്ച് ആകുമ്പോൾ ബോഡി എർത്തഡ് ആണെങ്കിൽ, മനസ്സിലായല്ലോ? അതാ ഞാൻ പറഞ്ഞത്, ആ ബോഡി എർത്തഡ് ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു എർത്ത് ഫോൾട്ട് ഉണ്ടാകും. അതായത് ഫേസ് കണ്ടക്ടർ ഡയറക്റ്റ് എർത്തുമായിട്ട് വരികയും എർത്ത് ഫോൾട്ട് ഉണ്ടാകും.
അതായത് ഒരു ഹൈ കറണ്ടിന് ഒരു ചാൻസ് അവിടെ ഉണ്ടാവുകയും നമ്മുടെ ഈ പ്രൊട്ടക്ഷൻസ് ഈ ഓവർലോഡ് പ്രൊട്ടക്ഷൻസ് അവിടെ ഇരിക്കുന്ന ഫ്യൂസ് അല്ലെങ്കിൽ MCB വെച്ചത് ട്രിപ്പ് ആവുകയും ചെയ്യും. അതാണ് ഓട്ടോമാറ്റിക് ഡിസ്ക്രിപ്ഷൻ സപ്ലൈ. അതായത് ലിമിറ്റഡ് ടൈം കൊണ്ട് അത് ട്രിപ്പ് ആകണം. അതാണ് സംവിധാനം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് എർത്ത് ഫോൾട്ട് കൊണ്ട് ട്രിപ്പ് ആകേണ്ട ഒരു സംവിധാനമാണ്. ഇത് ഫെയിലായാൽ, മനസ്സിലായാലും, ഈ സംവിധാനം ഫെയിലായാൽ അവിടെ ഒരു RCD പ്രൊവൈഡ് ചെയ്യണം. RCD പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇൻ കേസിൽ ശരിക്കും ആ RCD കൊണ്ട് തന്നെ ഇപ്പൊ ഈ ഫോൾട്ട് വന്ന എർത്ത് ഫോൾട്ട് ട്രിപ്പായി പൊയ്ക്കൊള്ളും. മനസ്സിലായല്ലോ? ഈ മെയിൻ നമ്മുടെ OCPD അല്ലെങ്കിൽ ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്തില്ലെങ്കിലും അവിടെ ഒരു RCD ഉണ്ടെങ്കിൽ ആ RCD ട്രിപ്പാവും, ഈ സപ്ലൈ കട്ടാകും. അപ്പൊ ഇവിടെ ഒരാള് ആക്സിഡന്റലി വന്നത് ഈ റൈറ്റ് സൈഡിലെ പടം നോക്കി, ആക്സിഡന്റലി അതിനകത്ത് തൊടുമ്പോൾ അയാൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. അയാളുടെ ശരീരത്തിലൂടെ കറണ്ട് പോയി ഈ U എന്ന് കാണിക്കുന്ന ടച്ച് വോൾട്ടേജാണ്. ആ ടച്ച് വോൾട്ടേജ് ലിമിറ്റിൽ നിർത്തിക്കൊണ്ട് അയാൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, എനിവേ RCDയുടെ ഒരു അഡീഷണൽ പർപ്പസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ഇപ്പൊ ഈ സ്റ്റാൻഡേർഡിൽ 3043 എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസിൽ ഈ പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞ RCDയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് ഇൻഡയറക്റ്റ് ഷോക്ക് റിസ്ക്, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുവാൻ വേണ്ടി അവിടെ RCD എങ്ങനെയുള്ളതായിരിക്കണം? RCD ഹാവിങ് മിനിമം ഓപ്പറേറ്റിംഗ് കറൻസ് ഗ്രേറ്റർ ദാൻ 30 mA. മീൻസ് 30 mA ഇൻക്ലൂഡിങ് അല്ല. അത് എന്താ സംഗതി എന്ന് വെച്ചാൽ ചില എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ന്യൂസൻസ് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ 30 mA വെച്ചാൽ അൺനെസറി ആയിട്ട് അത് ട്രിപ്പാവും. അത് ഹ്യൂമൻ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമേ നമ്മൾ 30 mA സജസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. ഒരു എക്യുപ്മെന്റിൽ ഇതുപോലെ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ട്രിപ്പാകുവാൻ വേണ്ടി ഈ 30 mA തന്നെ വേണമെന്നില്ല. അപ്പൊ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് കൊണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന ആ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് എൻക്ലോഷർ വരുന്ന അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് വരുന്ന ആ സംവിധാനത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ വേണ്ടിയ ഈ സംവിധാനത്തിൽ 30 mA മുകളിലോട്ടുള്ള ഒരു RCD മതി. ഇതിനാ ഇൻഡയറക്റ്റ് കോണ്ടാക്ട്, ഇൻഡയറക്റ്റ് ഷോക്ക് വരുന്ന സാഹചര്യങ്ങളിൽ. താഴെ ഡയറക്റ്റ് ഷോക്കിലാണെങ്കിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 30 mA ആൻഡ് ബിലോ എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് 30 mA, 732 പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് 30 mA ആണ്. റൈറ്റ് സൈഡിൽ 3043 നമുക്കൊരു ഹെഡിങ് അവിടെ കിടപ്പുണ്ട്. എർത്ത് ഫോൾട്ട് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങും ഉണ്ട്. ആ ഹെഡിങ്ങിന്റെ അടിക്കാണ് ഇത് രണ്ട് സെപ്പറേറ്റ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തൊടുന്നതല്ലല്ലോ, ഒരു എക്യുപ്മെന്റിന്റെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനമല്ലേ. അപ്പൊ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് മീൻസ് ഒരു എക്യുപ്മെന്റ്, ആ എക്യുപ്മെന്റ് വരുന്ന സംവിധാനങ്ങളിൽ നമുക്ക് 30 mA വേണ്ട. അതിന് മുകളിലോട്ടുള്ള ഒരു മിനിമം സപ്പോസ് ഒരു 100 mA അല്ലെങ്കിൽ ആ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ആ നമ്മുടെ ഒരു എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് ലീക്കേജ് താങ്ങുവാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി കാണും. ആ ലീക്കേജ് അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ആ മിനിമം ആ വാല്യൂ സപ്പോസ് ഒരു 60 mA ആ മിനിമം വാല്യൂവിൽ സെറ്റ് ചെയ്യത്തക്കൊണ്ടുള്ള ഒരു സംവിധാനം ആ എക്യുപ്മെന്റിന്റെ കൂടെ RCD ആയിട്ട് റെസിജ്വൽ കറണ്ട് ഡിവൈസ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ട്രിപ്പ് ആകും എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ ഉള്ളടക്കം. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലും അല്ലെങ്കിൽ 3043 732 പറഞ്ഞത് കോൺഫ്ലിക്റ്റ് അല്ല. ലെഫ്റ്റ് സൈഡിൽ 30 mA മിനിമം പറഞ്ഞു, റൈറ്റ് സൈഡിൽ 30 mA രണ്ട് തരത്തിൽ സ്പ്ലിറ്റ് ചെയ്തു പറഞ്ഞു. നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഒന്നും കൂടെ അത് സ്റ്റഡി ചെയ്യാം. ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അല്ല, പക്ഷേ ഒരു പറഞ്ഞതിൽ എവിടെയോ രണ്ട് സ്റ്റാൻഡേർഡിലും പറഞ്ഞ രീതിയിൽ ചെറിയ വ്യത്യാസം വന്നു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഫർദറായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാം. അപ്പൊ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ കൂടുതൽ ഇതായിട്ട് ഇൻട്രസ്റ്റഡ് ആയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇത് കൂടുതൽ പേരിലേക്ക് ദയവായി ഷെയർ ചെയ്യുക. ഇത്രയും നേരം ഈ വീഡിയോ നിങ്ങൾ ക്ഷമയോടെ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ.